ഒഡീഷയിൽ മലയാളി വൈദികനെ ക്രൂരമായി മർദ്ദിച്ച് റോഡിലൂടെ വലിച്ചിഴച്ച പോലീസ്. ഒഡീഷയിലെ ബർഹാംപൂർ ജില്ലയിലെ ലത്തീൻ കത്തോലിക്ക ദേവാലയത്തിലെ വൈദികൻ ഫാദർ ജോഷി ജോർജിന് നേരെയാണ് അതിക്രമം ഉണ്ടായത്. മാർച്ച് മാസം 22-നായിരുന്നു അതിക്രമം നടന്നത്. കുറവിലങ്ങാട് തോട്ടുവ സ്വദേശിയായ ഫാദർ ജോഷി വർഷങ്ങളായി ഒഡീഷയിലെ വിവിധ ഗ്രാമങ്ങളിൽ സേവനം ചെയ്തു വരികയാണ്. കഴിഞ്ഞ മാസം 21-ന് അർദ്ധരാത്രിയിൽ ജൂബ ഗ്രാമത്തിലെ കഞ്ചാവ് കൃഷിക്കാരെ പിടികൂടാനെത്തിയ പോലീസ് ഗ്രാമവാസികൾക്കിടയിൽ വ്യാപക അതിക്രമങ്ങൾ നടത്തിയിരുന്നു. ഗ്രാമത്തിലെ കുറെ പുരുഷന്മാരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയെങ്കിലും നാട്ടുകാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് വിട്ടയച്ചു. പിറ്റേന്ന് ശനിയാഴ്ച ഉച്ചയോടെ ഗ്രാമത്തിലെ അവർ ലേഡി ഓഫ് ലൂർദ് ദേവാലയത്തിലെത്തിയ പോലീസ് സംഘം പള്ളിയിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളെ മർദ്ദിച്ചു. സ്ത്രീകൾ അടികൊണ്ടോടിയത് കണ്ടുവന്ന ഫാദർ ജോഷി ജോർജിനെയും സഹവികാരി ദയാനന്ദ് നായിക്കിനെയും പോലീസ് മർദ്ദിച്ചു. എന്തിനാണ് തല്ലുന്നതെന്ന് ചോദിച്ചതിൽ പ്രകോപിതരായ പോലീസ് സംഘം 2 വൈദികരെയും റോഡിലൂടെ വലിച്ചിഴച്ചു. തലയ്ക്കും തോളലിനും സാരമായി പരിക്കേറ്റ ഫാദർ ദയാനന്ദ് ബഹ്റാംപൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. നീയൊക്കെ പാകിസ്ഥാനികളാണ്, അമേരിക്കയിൽ നിന്ന് കാശ് വാങ്ങി മതപരിവർത്തനം നടത്തുകയാണ്, നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കും, ജീവിക്കാൻ അനുവദിക്കില്ല എന്നിങ്ങനെയെല്ലാം ആക്രോശിച്ചുകൊണ്ടാണ് പോലീസ് തന്നെ വലിച്ചിഴച്ചതെന്ന് ഫാദർ ജോഷി ജോർജ് മാധ്യമ സിൻഡിക്കേറ്റിനോട് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ കുറേ നേരം പിടിച്ചിരുത്തിയ ശേഷം തന്നെ വിട്ടയച്ചു. ഫാദർ ദയാനന്ദിനെ മറ്റൊരു സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിച്ചതച്ചു. സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മർദ്ദനം സംബന്ധിച്ച പരാതി നൽകിയിട്ടും ഒരു നടപടിയുമില്ല. തന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഫോൺ ഇതുവരെ വിട്ടുകിട്ടിയിട്ടില്ല. വൈദികനെ പിടിച്ചുകൊണ്ടുപോയ ശേഷം പള്ളിയിലും വൈദികർ താമസിക്കുന്ന വീട്ടിലും റെയ്ഡ് നടത്തി. വൈദികരുടെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 40,000 രൂപ പോലീസ് എടുത്തുകൊണ്ടുപോയെങ്കിലും പണം തിരിച്ചു തരുവാൻ തയ്യാറായിട്ടില്ലെന്ന് ഫാദർ ജോഷി വ്യക്തമാക്കി. സംഭവത്തിൽ രൂപത നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വൈദികൻ പറഞ്ഞു.